ഹായ് ഓൾ, ഞാൻ റുബീന. ഹാപ്പി മോർണിംഗ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് സംസാരിക്കാൻ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ലവ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഞാൻ എന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ ഇല്ലാതിരുന്ന ഒരു ഇതാണ് സെൽഫ് ലവ്. അപ്പൊ അതിനു മുമ്പ് സെൽഫ് ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്കുള്ള ലിമിറ്റേഷൻസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തി ലൈഫിൽ എന്താ പറയാ, നമ്മളെ തന്നെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് സെൽഫ് ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ എന്നൊരു വ്യക്തി ശരിക്കും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് എപ്പോഴും ഒരു സേഫ് സോണിൽ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു കംഫർട്ട് സോണിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സെൽഫ് ലവ് കുറവായിരിക്കും. നമ്മൾ മറ്റുള്ളവരെ ഇതാക്കുക, പിന്നെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്താ പറയണ അതാണ് ഞാൻ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എന്താ പറയാ, ഒരു സേഫ് സോണിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഒന്നും എടുക്കേണ്ടി വരില്ല. ഏതെങ്കിലും ഒരു ഒന്നുമില്ല പാരന്റ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ലൈഫ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. പിന്നെ ആ ഒരു ഇങ്ങനെ സേഫ് സോണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് അച്ചീവ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സേഫ് സോണിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ വഴിക്കോടെ പോണ എന്ത് പ്രശ്നങ്ങളും അത് നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അത് നമ്മൾ കാരണമാണെന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തപ്പെടും. അപ്പൊ നമുക്ക് ഒരു എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ EFTയുടെ ഒരു കോഴ്സിലൂടെയാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ EFTയുടെ കോഴ്സിന് മുമ്പ് പറയുകയാണെങ്കിൽ സെൽഫ് ഹെയ്റ്റ്, സെൽഫ് ലവ് എങ്ങനെ രണ്ടായിട്ട് തന്നെ എന്റെ ഇതിനെ തിരിക്കേണ്ടി വരും. അപ്പോ ആ സെൽഫ് ഹെയ്റ്റിലൂടെ ആ ഒരു സെൽഫ് ഹെയ്റ്റ് എന്ന് പറയുന്ന ടൈമിൽ എനിക്ക് ഫുൾ സെൽഫ് ഡൗട്ട്സ് ആയിരുന്നു. അതായത് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ഞാൻ അങ്ങനെയാണോ, അങ്ങനെ ഒരു തോട്ടായിരുന്നു എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നത്. എന്ത് നെഗറ്റീവ്സ് പറഞ്ഞാലും ഞാൻ കാരണമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ഇഷ്യൂസ് ഒക്കെ വന്നത് അതും ഞാൻ കാരണമായിരിക്കും. അങ്ങനെ ഫുൾ സെൽഫ് ഡൗട്ട് ആയിരിക്കും. എന്നെ കുറിച്ച് എനിക്കൊരു ഇതുണ്ടാവില്ല. ഇപ്പൊ എന്നെ കുറിച്ച് ഒരു പോസിറ്റീവ് ചോദിച്ചാൽ എനിക്ക് പറയാനുണ്ടാവില്ല. അങ്ങനെ ഫുൾ എന്താ പറയാ, സെൽഫിൽ ഒട്ടും തന്നെ ലവ് ഇല്ലാത്ത ടൈമിലാണ് ഞാൻ EFTയുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ EFTക്ക് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു എന്നോട് മാം ഏറ്റവും കൂടുതൽ പറഞ്ഞത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ ടൈമിൽ എനിക്ക് തോന്നുന്നു എനിക്കപ്പോ ഇത്രയും മുമ്പ് എനിക്ക് വന്നുപോയ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം സെൽഫ് ലവ് ഇല്ലാത്തതാണെന്ന് ഞാൻ അപ്പൊ തന്നെ മനസ്സിലാക്കി. ഇപ്പോ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ കുറെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തതോടുകൂടി തന്നെ ശരിക്കും ഞാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. എന്റെ കുറവുകളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്കുള്ള കഴിവുകളെയൊക്കെ ഉപയോഗപ്പെടുത്തി ഞാൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അപ്പൊ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിറർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ സെൽഫ് ഹെയ്റ്റ്, സെൽഫ് ലവ് എന്നുള്ള ഒരു ഇതിൽ എടുക്കുകയാണെങ്കിൽ ആ സെൽഫ് ഹെയ്റ്റിന്റെ പീരീഡിൽ ഞാൻ മിററിൽ നോക്കിയിരുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മിററിൽ നോക്കിയിട്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കരയണ ഒരു ഫേസിലൊക്കെയാണ് ഞാൻ മിററിൽ നോക്കണത്. അല്ലാതെ അങ്ങനെ മിറർ യൂസ് ചെയ്യണ ഒരു വ്യക്തിയല്ലായിരുന്നു ഞാൻ. പിന്നെ നമ്മൾ സെൽഫ് ലവ് ടൈമിൽ ഞാൻ മിററിൽ നോക്കിയിട്ട് എന്നും ഡെയിലി രാവിലെ തന്നെ മിറർ പ്രാക്ടീസ് നമ്മൾ മിററിൽ നോക്കിയിട്ട് ചിരിച്ചൊരു ഫേസിൽ എന്നെ കാണാൻ ഇത്ര ഭംഗിയുണ്ട് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒരു ഇതാണെന്നുള്ളത് മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചൊരു ഫേസിൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ആ ഒരു മിറർ പ്രാക്ടീസിലൂടെ തന്നെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ നൽകും. ഫുൾ എനിക്കതിന് കഴിയുമോ അങ്ങനെ ഒരു തോട്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഫുൾ ടൈം മുമ്പോട്ട് എന്റെ ലൈഫിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എനിക്കത് കഴിയും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് എന്നെ കൊണ്ട് അതിന് സാധിക്കും, ഞാൻ വിചാരിച്ചത് നടക്കും, അങ്ങനെ എല്ലാം നെഗറ്റീവ് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പൊ അതും എനിക്ക് ലൈഫിൽ നല്ല ചേഞ്ചസ് തന്നു. പിന്നെ സെൽഫ് തെറാപ്പീസ്, സെൽഫ് ലവ് തെറാപ്പി, നമ്മുടെ EFTയുടെ ഭാഗമായിട്ടുള്ള സെൽഫ് ലവ് തെറാപ്പി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് എന്നെ കുറിച്ച് സെൽഫ് അവയർനെസ്, എനിക്ക് ഇതാണ് അല്ലെങ്കിൽ എനിക്ക് ഇതിന് കഴിയില്ല, അങ്ങനെ എന്നെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി.
അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും ഗ്രാറ്റിറ്റ്യൂഡ് എൻട്രിയും എഴുതാൻ തുടങ്ങി. എന്നോട് ആദ്യം എന്നെ കുറിച്ച് എന്തെങ്കിലും എനിക്ക് ഒന്നുമില്ല, ഫുൾ എനിക്ക് നെഗറ്റീവ്സ് ആണല്ലോ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങിയപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണല് ഞാൻ എല്ലാ ദിവസവും രാത്രി, നമുക്ക് രാവിലെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു നേരമെങ്കിലും നല്ല ഫുഡ് കിട്ടി, അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് വന്നപ്പോ അതും കുറെ ചേഞ്ചസ് എന്റെ ലൈഫിൽ വരുത്തി. അതുപോലെ സെൽഫ് കെയർ ചെയ്യാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ ചുറ്റുമുള്ളവർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, എന്നോട് എപ്പോഴും ചോദിക്കും ഹെൽത്ത്, അല്ലെങ്കിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഞാനൊരു ഷോൾ ഇടുന്ന കാര്യമാണെങ്കിൽ പോലും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോ എന്താ പറയാ, സെൽഫായിട്ട് ഞാൻ നന്നായിട്ട് എന്നെ കെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങി, നല്ല ഫുഡുകൾ കഴിക്കാൻ തുടങ്ങി, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അപ്പോ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ കണ്ടെത്താൻ തുടങ്ങി. എന്റെ ശരി എന്താണോ ആ ശരി കൂടെ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നെ എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾ ചെയ്താൽ പോലും ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞാൻ തന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ശ്രമിക്കാതെ അത് വേറെ ആരും ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതേപോലെ പിന്നെ മെഡിറ്റേഷൻസ്, EFT ഭാഗമായതുകൊണ്ട് തന്നെ EFT ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെഡിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ആ മെഡിറ്റേഷൻസ് ഡെയിലി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി രാവിലെ. അതുപോലെ കുറെ ബൗണ്ടറീസ് വെച്ചു. എനിക്ക് കഴിയാത്തത് ഞാൻ ചെയ്യില്ല, എനിക്ക് എന്ത് കഴിയും എന്നുള്ള ഇത് മനസ്സിലാക്കിയിട്ട് അത് മാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അതുപോലെ പാസ്റ്റിൽ കുറെ നമുക്കുള്ള ഇതൊക്കെ മറന്നിട്ട്, പാസ്റ്റിനെ കളഞ്ഞിട്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വറി ചെയ്യാതെ പ്രസന്റിൽ എന്താണോ അതിൽ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങി. പിന്നെ അറിവ് ലഭിക്കുന്ന എന്തെങ്കിലും ബുക്സ്, അതുപോലെ അതിനും നമുക്ക് ടൈം ഇല്ലെങ്കിൽ അറിവ് ലഭിക്കുന്ന കുറച്ച് വ്യക്തികളായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻ, അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ലൈഫിൽ ഒരു ലക്ഷ്യമില്ലാതെ മുമ്പോട്ട് വെറുതെ പോവാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മുമ്പോട്ട് പോകാൻ തുടങ്ങി. ആ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് ആ വിഷൻ ബോർഡിനെ എപ്പോഴും മൈൻഡിൽ ഇതാക്കിയിട്ട് ആ വിഷൻ ബോർഡിന് വേണ്ടിയിട്ട് അത് ഡ്രീം ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അപ്പോ തന്നെ ഫുൾ എന്താ പറയാ, എനിക്കത് നേടണം, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തും, അങ്ങനെ ഒരു ഇത് വന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഞാനാണെന്നുള്ള ഏറ്റവും വലിയ ഇത് വന്നു. ഞാനാണ് എന്നെ സ്നേഹിക്കേണ്ടത്. മറ്റുള്ളവർ എന്താ പറയാ, മറ്റുള്ളവർക്ക് വേണ്ടി ടൈം കളയാനൊന്നും എനിക്കില്ല. അപ്പോ എന്നെ തന്നെ സ്നേഹിച്ച് ഞാൻ എന്താ പറയാ, എന്നിലെ ഏറ്റവും കൂടുതൽ ഞാനാണ് സ്നേഹിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ്, പിന്നെ എന്റെ ശരി എന്താണോ ആ ശരിയിലൂടെ മുമ്പോട്ട് പോയി. അങ്ങനെ എന്താ പറയാ, സെൽഫ് ലവ് എന്നിൽ ഇംപ്രൂവ് ആയത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്തതിലൂടെയാണ്. അപ്പോ എന്താ പറയാ, നമുക്ക് ഏറ്റവും വേണ്ടത് സെൽഫ് ഹെയ്റ്റ് അല്ല, സെൽഫ് ലവ് ആണ്. അപ്പൊ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. താങ്ക് യു.